FIR പിൻവലിച്ചു കഴിഞ്ഞാൽ പൂളിംഗം കിട്ടും എന്ന് വിശ്വസിച്ച് നടക്കുന്ന മരപ്പാഴ് ഹൈറിച്ചോളികളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിധി ഫുൾ പോസിറ്റീവാണെന്നാണ് പറയുന്നത്. എനിക്കിത് വായിച്ച് മനസ്സിലായത്, ഈ വിധിയുടെ ഈ പേജ് പോസിറ്റീവാണ്, ബ്ലാങ്കാണ്. ഇത് പോസിറ്റീവായിട്ട് കാണാം. ഈ വിധി ഈ പേജും പോസിറ്റീവാണ്. ഇത് ഈ പേജും, അങ്ങനെ ഒരു 3 പേജുണ്ട് ഇവിടെ. 1, 2, 3 വളരെ പോസിറ്റീവാണ്. എനിക്ക് മനസ്സിലായത് അതാണ്. ഇനി ഈ വിധി ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ഇതിൽ 12ാമത്തെ പേജിൽ ഒരു കാര്യം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ പേജ് 32ാമത്തെ പാരഗ്രാഫ് ഇത് വായിച്ചു കഴിഞ്ഞാൽ 2019 ബഡ്സ് ആക്ട് എന്നുള്ള നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അല്ലാതെ ആളുകളെ പറ്റിച്ച് അവരെ എല്ലാ രീതിയിലും അവരുടെ രക്തം ഊറ്റിക്കുടിച്ച് അനധികൃത ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ട് മണിമാളികയിൽ അന്തിയുറങ്ങുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതല്ല ബഡ്സ് ആക്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് വായിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ വെബ്സൈറ്റ് വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അത് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആളെ തന്നെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് കോടതിയിലെ മോണിറ്ററിൽ സംഭവം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് കോടതിക്ക് മനസ്സിലായൊരു സംഭവം, അനധികൃതമായിട്ടുള്ള ഡെപ്പോസിറ്റ് ബോണ്ടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. 18ാമത്തെ പേജിൽ വ്യക്തമായിട്ടുണ്ട്, ഡെമോൺസ്ട്രേറ്റ് ദ കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് മെയിൻറ്റൈൻഡ് ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് കമ്പനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കമ്പ്യൂട്ടർ എഞ്ചിനീയർ നെയിംലി കാമേഷ് ജിബ്ര ഹു ഹാസ് സക്സസ്ഫുള്ളി സപ്പോർട്ടഡ് മെയിൻറ്റൈൻഡ് ഓഫീഷ്യൽ വെബ്സൈറ്റ് നെയിംലി www.highstory. The application was allowed in the presence of the learned counsel for the respondent, other stakeholders, and it is in the presence of the learned public prosecutor. Such software expert, namely Kamesh Jibra, has demonstrated the contents of the website that was seized by the police by using laptop and by making use of the computer display system available in court. After making some random verification, as instructed by the court, the software expert has narrated that as per the details available in the laptop. 70,21,467 unit of subscription were subscribed by the customers at the rate of 10,000. 17,21,467 ഐഡികൾ കണ്ടെടുത്തു സബ്സ്ക്രിപ്ഷനിൽ. കാമേഷ് ജിബ്ര എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുഖാന്തരം കോടതി പരിശോധിച്ചു. അങ്ങനെ ഒരു സംഭവം കിട്ടി. ലൈക്ക് വൈസ് ദ OTT സബ്സ്ക്രിപ്ഷൻ വിൽ ഫെച്ച് മോർ ദാൻ 400 crore. അങ്ങനെ തന്നെ 400ഓളം കോടി അവർ പിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട് ഫയൽഡ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഡേറ്റഡ് 16/11/2024, the company has collected more than 3,141 crores. 3,141 കോടിയാണ് ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി പാവപ്പെട്ട നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ളത്, അനധികൃത ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഈ കമ്പനി നിർബന്ധമായിട്ടും വരുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു പേജുണ്ട്. അതായത് ഹൈറിച്ച് മരപ്പാഴുകളുടെ മറ്റൊരു വാദമാണ്, FIRകൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കമ്പനി തിരിച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് എന്നുള്ള ഒരു വാദം. അതിന് കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. കോടതി കണ്ടെത്തിയൊരു സംഭവമുണ്ട്. അതായത് ഇത്തരം ഉഡായിപ്പ് സ്കീമുകൾ നടത്തുന്ന കമ്പനികളെ പൂട്ടിക്കെട്ടാൻ കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് അല്ലെങ്കിൽ ബഡ്സ് കോർട്ടിന് വേണ്ടത് FIRകളല്ല, അത് ഏതൊരു ഇന്ത്യൻ പൗരനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു ഇന്ത്യൻ പൗരനും ഇത്തരം തട്ടിപ്പ് കമ്പനികൾക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കും, നടപടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ FIRൻ്റെ പുറത്തല്ല ബഡ്സ് കോർട്ടിന് ഇങ്ങനെ ഇത്തരം കമ്പനികളെ സീസ് ചെയ്യാൻ, ബാൻ ചെയ്യാനുള്ള അധികാരമുള്ളത്. അത് സ്വമേധയും സാധിക്കും, ഏതൊരു ഇന്ത്യൻ പൗരനും അതിന് സാധിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അതും ഹൈറിച്ചോളികൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൊളാട്ടുദാസൻ പ്രതാപൻ എന്ന വ്യക്തി സ്ഥിരം സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതാപേട്ടൻ പാവാട, പ്രതാപേട്ടൻ ദൈവമാട എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവന്മാരോടാണ് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 10-33 പേജുള്ള ഈ വിധി പകർപ്പ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കോടതി എത്ര വ്യക്തമായിട്ടാണ് ഈ തട്ടിപ്പ് കമ്പനിയെ നിരീക്ഷിച്ചിട്ടുള്ളത്, വിധിയിട്ടിട്ടുള്ളത് എന്നുള്ളത്. ഞങ്ങൾ 9 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. സെഷൻ കോർട്ടിൽ നിന്ന് ആദ്യ വിധി ബഡ്സ് കോർട്ട് മണി ചെയിനാണ് എന്ന രീതിയിൽ വന്നപ്പോൾ അന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പീൽ പോവുക എന്നൊക്കെയുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ്, അവനത് സാധിക്കും. പക്ഷേ നിങ്ങൾ എവിടെ അപ്പീൽ പോയിട്ടും കാര്യമില്ല, നിങ്ങളെ പൂട്ടാൻ ആ വിധി മാത്രം മതി. നിങ്ങൾ മണി ചെയിനാണെന്ന് തെളിയിക്കുന്ന, നിങ്ങൾ നടത്തിയത് പക്ക തട്ടിപ്പാണ്, നിങ്ങൾ നടത്തിയത് ഒരു റെഗുലേഷനും ഇല്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത ആളുകളെ പറ്റിക്കുന്ന പോൺസി സ്കീമാണ് എന്ന്
മനസ്സിലാവാൻ ആ വിധി മാത്രം മതി. പിന്നെ വിധിൻ്റെ ആവശ്യമില്ല, നമ്മളത് മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പണം കറക്കുക എന്നല്ലാതെ യാതൊരു ബിസിനസ് സംഭവം ഇതിലില്ല. പിന്നെ ഇതിനെ വാദിക്കുന്ന മണ്ടന്മാർ, മരപ്പാഴുകൾ, അവറ്റകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അധ്വാനിക്കാതെ പണം ഉണ്ടാക്കി രമിച്ചതിൻ്റെ ആ ഒരു സ്വപ്നലോകത്താണ് അവരുള്ളത്. അവർ ഇനി എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയാണ്, നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർ, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സ്വപ്നലോകത്തെ ബാലാഭാസ്കരന്മാർ സ്വപ്നം കണ്ട് നടക്കുക, നിങ്ങൾക്ക് പൂളിംഗം കിട്ടും എന്ന് ധരിച്ചിട്ട്. പിന്നെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബുകാരുടെയൊക്കെ ഇൻഫോ MLP, ഡോക്ടർ ജോ ജേണൽ, അതുപോലെ തന്നെ നമ്മുടെ സാർക്ക് ലൈവ്, അങ്ങനത്തൊക്കെയുള്ള ഇത്തരത്തിൽ മണിച്ചേനികൾക്കെതിരെ, തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ പോരാടുന്ന അത്തരം ചാനലുകൾക്ക് താഴെ വന്നിട്ട്, നീ ഏതാടാ, നീ പുതിയ അവതാരമാണോ, നിൻ്റെ മോന്ത എന്താ ഇങ്ങനെ ചളിഞ്ഞിരിക്കുന്നത്, നിൻ്റെ മോന്ത എന്താ അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവന്മാരോട് പറയാനുള്ളത്, നിൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു തന്ന വിധിയാണിത്. ഇത് വ്യക്തമായിട്ട് വായിക്കുക. ഓക്കെ, വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതൊക്കെ നിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞോ. ഓക്കെ, നമുക്കിപ്പോൾ സൗന്ദര്യ മത്സരമല്ലല്ലോ നടക്കുന്നത്. സംഭവം ശരി, നിന്നെക്കാളെയൊക്കെ സൗന്ദര്യം കുറവായിരിക്കും, മോന്ത ചളങ്ങിയിട്ടുണ്ടാവും, വീർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തടി അല്പം കൂടിയിട്ടുണ്ടാവും. എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും മറുപടിയില്ല. നിനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇത് വെച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ വാ, മനസ്സിലായോ? അതല്ലാതെ വെറുതെ കുറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും നമുക്ക് ഉത്തരവില്ല, മനസ്സിലായോ? പിന്നെ ചിലവന്മാർ ചോദിക്കുന്നതാണ്, നീ അയിറിച്ചുകാരനാണോ, നീ അയിറിച്ചിലുള്ളവനാണോ, നീ അയിറിച്ചിൽ പൈസ പോയവനാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന വേറെ കുറേ മരപ്പാഴുകളുണ്ട്. ആ മരപ്പാഴുകളോട് പറയാനുള്ളത്, ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തെ പൗരനാണ്. ഓക്കെ, എൻ്റെ പാസ്പോർട്ടാണത്. ഇന്ത്യ എന്ന രാജ്യത്തെ പൗരനാണ് ഞാൻ. എൻ്റെ രാജ്യത്തിനകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടാണോ അല്ലാത്തതാണോ എന്തിനെതിരെയും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ രാജ്യം, എൻ്റെ ഭരണഘടന എനിക്ക് തന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഹൈറിച്ച് എന്ന കള്ള കമ്പനിക്കെതിരെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഐഡിയ അടിക്കണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? ഏതൊരു പൗരനും, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു പൗരനും പ്രതികരിക്കാൻ സാധിക്കും, മനസ്സിലായോ? അതിന് നീയൊന്നും കമൻറ്റ് ബോക്സിൽ വന്നിട്ടോ തെറി വിളിച്ചിട്ടോ ബോഡി ഷേമിങ് നടത്തിയിട്ടോ ഒരു കാര്യമില്ല. അത് ഇനിയും നടക്കും. നിനക്കെതിരെയല്ല, ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ വഞ്ചിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും എല്ലാവന്മാർക്കെതിരെയും ഒരു ചെറു വിരൽ അനക്കിയെങ്കിലും പ്രതികരിച്ചിരിക്കും. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം.